ഇവിടെ നമ്മുടെ അഡ്മിനൊക്കെ കൊടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എടാ കൊടിയൊന്ന് നിവർത്തിക്കേ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡിയോ വ്ളോഗർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ് ദ അൾട്രാ പവർ പാക്ഡ് വീഡിയോ ഓഫ് ദ ചാനൽ എവർ. നമ്മുടെ മീറ്റപ്പിൻ്റെ ഒഫീഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ചാനലിൽ വരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഒരു മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങിയേക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇനി കണ്ടിട്ട് അതിന് ശേഷമുള്ള പരിപാടികളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒത്തിരി നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഗൈസ്, രാവിലെ എണീറ്റു ട്രക്കിംഗ് എന്ന രീതിയിൽ ഇതാണ്ട് എല്ലാവരും നടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളൊരു എന്താ പറയുക, വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു അരുവി, ഒരു ആറ് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ആ ഒരു സംഭവമാണ് താഴെ ഈ കാണുന്നത്. അധികം വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത്ര അപകടമില്ല. ബട്ട് എന്നാലും അവിടെ എവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അപകട സാധ്യതയുള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങരുത്. പിന്നെ ഇവിടെ അടുത്തായിട്ട് അവിടെ എവിടെയായിട്ടൊരു അമ്പലമുണ്ട്. അമ്പലത്തിൽ നിന്നുള്ള പ്രാർത്ഥനയും പാട്ടും കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നടപ്പൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതുപോലൊരു കിടിലൻ വെള്ളച്ചാട്ടം നമ്മുടെ മുമ്പിൽ കിട്ടിയത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ടിരിക്കാനായിട്ട് അത്യാവശ്യം നല്ല രസമുണ്ട്. ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ആക്ച്വലി ഇത് ഉത്ഭവിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു പോയിന്റ്. അപ്പോൾ നമ്മുടെ ടീം അഡ്മിൻസൊക്കെ ഫുഡ് അടിച്ച് ഒരു മയത്തിലൊക്കെ ആവട്ടെ, കുഴപ്പമില്ല, കഴിച്ചു എല്ലാവരും ഇവിടെ ഫുഡ് അടി നൈസായിട്ട് നടക്കുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് വന്ന് ഇരുന്നുള്ളൂ. നമുക്ക് ചപ്പാത്തിയും മുട്ടയും കിട്ടി, പിന്നെ അതുപോലെ തന്നെ ചായയും കിട്ടി. ഇതൊന്ന് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളങ്ങനെ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പയ്യെ ഓരോ വണ്ടികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിട്ട് നമ്മുടെ സ്റ്റേ അടിച്ച റൂമും സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ അഡ്മിനൊക്കെ കൊടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എടാ കൊടിയൊന്ന് നിവർത്തിക്കേ. ഓക്കെ. നമ്മുടെ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന ഈ സ്ഥലം ചെറിയൊരു റിസ്കി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ ഒരാളാണ് ഈ നിൽക്കുന്നത്, നമ്മുടെ അഡ്മിനാണ്. എല്ലാവരും കൂടെ പണ്ടി പിടിച്ചാണ് ഇറക്കുന്നത്. അപ്പോൾ ഇനി താഴെ ചെല്ലട്ടെ. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിലേക്കാണ് വണ്ടി കയറ്റി വെക്കുന്നത്. ഇനി ഇവിടുന്ന് വിടുന്ന ടൈമിലത്തേക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഇന്നത്തെ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വണ്ടി ഞാൻ എടുത്ത് കാണിക്കാം. ഇതിനകത്ത് മെയിനായിട്ട് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 2-3 വണ്ടികൾ ടീ സ്റ്റമ്പിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ വരുവാണെങ്കിൽ ഹാൻഡിൽ ഗാർഡ് മാത്രമുണ്ട്, പിന്നെ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കാണ് ഞാൻ ടീ സ്റ്റമ്പിൻ്റെ കാര്യം പറഞ്ഞത്. ഇത് ആക്ച്വലി നമ്മുടെ BS6 വണ്ടിയുടെ ടീ സ്റ്റമ്പ് സെറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ എപ്രിലിയുടെ മഡ് ഗാർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ വിംഗ്ലെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി ഇത് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ട്. ശരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഡിസ്ക്കാണ്. പിന്നെ ഇത് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ വണ്ടിയാണ്. പിന്നെ ഈ 3 വണ്ടി ആക്ച്വലി സ്റ്റോക്ക് വണ്ടിയാണ്. ഇതിലൊരു വൈസർ വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി കംപ്ലീറ്റ്ലി ഈ 3 വണ്ടി സ്റ്റോക്കാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് 4 ഫോഗ് ലാമ്പ് വെച്ചിട്ടുള്ളൊരു അഡാറ് സാധനം. പിന്നെ ഇത് എടുത്തു പറയേണ്ട കാര്യമില്ല, ഇത് ഇൻസ്റ്റഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വണ്ടിയാണ്. ആളുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതി, ZERO. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഡാപ്പർ. അപ്പോൾ ഓരോ വണ്ടിക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. കാരണം ഓരോ വണ്ടി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന ആശയങ്ങളിൽ ഓരോരോ മോഡിഫൈഡ് ടൈപ്പാണ്. കാരണം ഈ ഒരു വണ്ടി പോലെയല്ല ഈ ഒരു വണ്ടി ഇരിക്കുന്നത്. സംഭവം രണ്ടും BS4 അല്ലെങ്കിൽ BS3 വണ്ടികളാണെങ്കിലും ഈ ഒരു വണ്ടി ഇരിക്കുന്ന പോലെ ഒരിക്കലുമല്ല ഈ ഒരു വണ്ടി. രണ്ടിനും എക്സ്ട്രീംലി വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു വേറെ കാര്യമാണ് നമ്മുടെ ബ്ലാക്ക് ബീയുടെ ഈ ഒരു മഞ്ഞ കളർ സ്റ്റിക്കറിങ്. ഇത് അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരേ ഒരു BS4 വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുമാതിരി എല്ലാ വണ്ടിയിലും വെച്ചിരിക്കുന്നതാണ് ഈ ഒരു വൈസർ. ഇപ്പോൾ ഒരുമാതിരി ഡിയോ ഈ ഒരു വൈസർ മാത്രമേ വെക്കാറുള്ളൂ. മറ്റേ ഞാൻ വെക്കുന്ന ടൈപ്പൊന്നും ഒരാളും വൈസർ അങ്ങനത്തെ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു വണ്ടിയും ഓൾമോസ്റ്റ് സ്റ്റോക്കാണ്. ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്, ചെറിയൊരു സ്റ്റിക്കർ വർക്കേ ഉള്ളൂ. ഈ ഒരു വണ്ടിയും നമ്മുടെ ബ്ലാക്ക് ബീയുടെ വണ്ടിയും
സെയിം ടൈപ്പ് ഓഫ് സ്റ്റിക്കറിങ്. ഇത് വൈറ്റ്, അത് യെല്ലോ. ആ ഒരൊറ്റ വ്യത്യാസം ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു ഈറ്റ് സ്ലീപ്പ് റൈഡ് എന്നുള്ള ചെറിയൊരു സ്റ്റിക്കർ വർക്കും വരുന്നുണ്ട്. ബാക്കി ഈ ഇരിക്കുന്ന വണ്ടി ഇതും ആ ടൈപ്പ് തന്നെയാണ് സ്റ്റിക്കറിങ്. ഇവിടെ നീല വരുന്നു, അതിനകത്ത് മഞ്ഞ വരുന്നു, ഇവിടെ വൈറ്റ് ഉണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന വണ്ടിക്കകത്ത് ഇവിടെ ഹെഡ്ലൈറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊജക്ടർ LED സംഭവമാണ്. ഇത് നൈറ്റൊക്കെ ഇട്ട് കണ്ടാൽ അടിപൊളിയാണ്. നൈറ്റിലത്തെ വ്യൂ ഞാൻ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന വണ്ടികളും. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ എല്ലാവരും മാറി നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി അത്രയേ ഉള്ളൂ. ഒഫീഷ്യലി നമ്മുടെ ഫ്ലാഗ് ഓഫ് പരിപാടി ഇവിടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ വണ്ടികളായിട്ട് ഇവിടെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് അവർ ടൈം. അപ്പോൾ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞാണോന്ന് അറിയത്തില്ല, ഇതിൻ്റെ 3ാമത്തെ മീറ്റപ്പാണ്. അതിൻ്റെ കഥയൊക്കെ പറയാനായിട്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഓൺ ദ വേയിൽ പറയാം. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ റൈഡും കാര്യങ്ങളൊക്കെ എന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ വാഗമൺ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെയാണ് നമ്മുടെ കോമൺ മീറ്റിംഗ് പോയിന്റ്. അപ്പോൾ കുറച്ച് പേര് രാവിലെ മീറ്റപ്പിൻ്റെ അന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അവിടെ ഒന്ന് ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്, നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നിന്ന് അവരുമായിട്ട് ജോയിൻ ചെയ്യണം. എന്നിട്ട് നമ്മുടെ റൈഡ് പോകുന്നത് നേരെ കുട്ടിക്കാനം പരുന്തുംപാറയിലേക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, ഈ ക്ലബിൻ്റെ ഒഫീഷ്യൽ ടീഷർട്ട് ഉണ്ട്. അതിപ്പം നിങ്ങൾ അഡ്മിൻസൊക്കെ ഇട്ടിരിക്കുന്ന ടീഷർട്ട് കണ്ടിട്ടുണ്ടാവാം. ഇപ്പോൾ തന്നെ ബ്ലാക്ക് കളറിൽ യെല്ലോ കളറിൽ എഴുതിയിരിക്കുന്ന ഒരു ടൈപ്പ് ടീഷർട്ട്. അപ്പോൾ ആ ടീഷർട്ട് വിതരണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ID കാർഡ് വിതരണം ഇന്നുണ്ട്. അപ്പോൾ ഈ 2 പരിപാടികളാണ് മെയിനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കേക്ക് കട്ടിങ് സെറമണിയും കൂടെ ഇന്നിവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പരിപാടികളാണ് ഇന്നത്തെ ദിവസത്തെ ചാർട്ടിൽ മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ അല്ലെങ്കിൽ ആഡപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ അന്നേരത്തെ മൈൻഡ് അനുസരിച്ച് മാറും, അല്ലെങ്കിൽ അഡ്മിൻസിൻ്റെ തീരുമാനം അന്തിമമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അന്നേരം നോക്കാം. നമ്മളിപ്പോൾ ടോട്ടൽ 18 വണ്ടിയോളം ഡിയോയും ഒരു 220യും ഒരു FC-യാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇനി എത്ര വണ്ടികൾ അവിടുന്ന് ജോയിൻ ആക്കും എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. പിന്നെ ഈ കൂട്ടത്തിൽ നിന്ന് എൻ്റെ വണ്ടിക്ക് ഞാൻ എടുത്തു കാണിക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വണ്ടിയുടെ എക്സോസ്റ്റിന് മാത്രമേ അറ്റത്തെ ടിപ്പ് കട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ വണ്ടിക്കും എക്സോസ്റ്റിൻ്റെ അറ്റത്തെ ടിപ്പുണ്ട്. പിന്നെ അതുപോലെ ഫിൽറ്റർ ബോക്സ് കട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയേ ഉള്ളൂ. പിന്നെ ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന 2 അതിലധികമോ വണ്ടികളുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 5 വണ്ടി അങ്ങേയറ്റം. വെയിലുണ്ടെങ്കിലും അധികം വെയിലൊന്നും കാര്യമായിട്ട് തോന്നുന്നില്ല. നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് ആക്ച്വലി തങ്ങൾപ്പാറയ്ക്കുള്ള റോഡിലാണ്. ഇത് അവിടെ നോക്കിയാൽ തങ്ങൾപ്പാറ 1 കിലോമീറ്റർ എന്ന് എഴുതിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഇത് ആ ബൈക്ക് കയറി വന്ന് ഈ ഒരു റൈറ്റിലേക്കുള്ള റോട്ടിൽ കൂടെയാണ് തങ്ങൾപ്പാറയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിടുക എന്നുള്ള ആ ഒരു തീരുമാനം ഏറ്റവും നന്നായെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയത്തുള്ളൂ. കാരണം ഇവിടെ അടുത്തെങ്ങും പമ്പ് കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ ബ്ലാക്കിലൊക്കെ എടുക്കേണ്ടി വരും. അതിനകത്തൊക്കെ മിക്സിങ് ഉണ്ടാവില്ല എന്നൊന്നും നമുക്കറിയത്തില്ല. അതുമല്ല ബ്ലാക്കിൽ കിട്ടുമെന്ന് തന്നെ നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഏലപ്പാറ പോകേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ടീക്കോയി ചെല്ലേണ്ടി വരും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് വരേണ്ടത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ കോമൺ മീറ്റിംഗ് പോയിൻറ്റ്. ഇവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവിടെ എവിടെയോ ആണ്, അത്ര ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ 22 വണ്ടികളുണ്ട്. 22 വണ്ടികൾ ഇവിടെ നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ വാതിക്കെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. നമ്മളിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൈൻ ഫോറസ്റ്റിനകത്തേക്ക് കയറുന്നു. അതിനകത്ത് വെച്ചാണ് കേക്ക് കട്ടിങ് എന്നുള്ള പരിപാടി. ഞാൻ നേരത്തെയും പറഞ്ഞു, അഡ്മിൻസിൻ്റെ തീരുമാനം അന്തിമമാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നേരത്തെ കുട്ടിക്കാനത്ത് നിന്ന് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ
നമ്മുടെ മീറ്റപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരുപാട് പേര് സ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള മെയിൻ ദിവസം ഒരുപാട് പേര് നമ്മളായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അറൗണ്ട് 31 പേരോളം നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ആൾക്കാരുണ്ട്. അപ്പോൾ 30 പേരോളം ഇപ്പോൾ ഉണ്ട്. ഇനി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ടൈമിൻ്റെ ഒരു ഇതുള്ള കാരണം പരിപാടിയിലേക്ക് കിടക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ മീറ്റപ്പിൻ്റെ ഇന്നത്തെ കേക്ക് എന്ന് പറയുന്നത്. ഞാൻ ഓർത്തത് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ബട്ട് എന്നാലും നമ്മുടെ DRC ക്ലബിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു കേക്കാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ കട്ട് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തായിട്ട് നടക്കാനായിട്ട് ഇവിടെ പോകുന്നത്. മെമ്പേഴ്സിനായിട്ട് നമ്മൾ കൊടുക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വന്തമാക്കി AKDRC ഓൾ കേരള DO റൈഡേഴ്സ് ക്ലബിൻ്റെ ഒരു ടീഷർട്ട്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ കാണിച്ചത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ ലോഗോ എന്ന് പറയുന്നത്. AKDRCയുടെ ലോഗോ ആണ് ഈ കാണുന്നത്. ബാക്കി പ്ലെയിൻ ഒരു ബ്ലാക്ക് കളർ. ഞാനിത് പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഒഫീഷ്യലി നമ്മുടെ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ ഒക്കെ ഞാൻ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസോ അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് നോക്കിയാൽ മതി. ഹൈലൈറ്റ്സിൽ ഓൾമോസ്റ്റ് മിക്കവാറും ഫോട്ടോസ് എല്ലാം തന്നെ കാണും. അപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുട്ടിക്കാനം പരുന്തുംപാറയാണ്. അപ്പോൾ നേരത്തെ പ്ലാനിൽ ചെറിയ വേരിയേഷൻ വന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാനം ചെല്ലുന്ന സമയം ഇച്ചിരി കൂടെ ലേറ്റ് ആവും. അപ്പോൾ ഇൻ കേസ് മഴയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് കട്ടിംഗ് ഒന്നും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അത്രയും ലോങ് നമുക്ക് കേക്കും പിടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ തന്നെ കേക്ക് കട്ടിങ്ങുള്ള പരിപാടി കഴിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നേരെ കുട്ടിക്കാനത്ത് ചെന്ന് കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ അവിടെ ഇവിടെ കുറച്ച് നേരം കറങ്ങി നിൽക്കുക, എന്നിട്ട് മീറ്റപ്പ് ഒഫീഷ്യലി അഡ്മിൻസ് വൈൻഡപ്പ് ചെയ്യുക, എന്നിട്ട് എല്ലാവരും ഓരോരോ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഒഫീഷ്യലി പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഇത്രയും വണ്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഏകദേശം 24-25 DO. അപ്പോൾ ഒരുപാട് സമയമുണ്ട് നമുക്കിനി ഏലപ്പാറ ചെല്ലാനായിട്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം നേരത്തെ പോയ മീറ്റപ്പിൻ്റെ കഥ വേണം ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആക്ച്വലി അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലം കൊല്ലത്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനത് ആലപ്പുഴയാണെന്ന് പറഞ്ഞാണ് ഇരുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ മീറ്റപ്പിൽ ഞാൻ മാത്രമേ ജാക്കറ്റ് ഗ്ലൗസും ഒക്കെ ഇട്ട് ഷോ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഒരു ഭീകര ജീവി വരുന്ന പോലെ. ഞാനും ആദ്യമായിട്ടാണ് അന്ന് മീറ്റപ്പിന് വരുന്നത്. അപ്പോൾ അന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ചെന്ന് വണ്ടി എല്ലാവരും ഒരുമിച്ച് സെറ്റാക്കി വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും ഒരുപോലെ വരിയായിട്ട് പോയി. ഇത്രയും സ്പീഡല്ല ആക്ച്വലി അന്ന് പോയത്. അന്ന് ഭയങ്കര പതുക്കെയാണ് നമ്മളെല്ലാവരും പോയത്. അന്നെന്ന് പറഞ്ഞാൽ ഒരു 10-50 വണ്ടികൾ അടുത്തുണ്ടായിരുന്നു. അതും ഓൾ കേരള ആയിരുന്നു. അത് DRC
അങ്ങനെ എന്തോ ഒരു ക്ലബ്ബായിരുന്നു, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ആക്ച്വലി ഇത് നടന്നത് 2019 അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ നമ്മുടെ ചെല്ലാനം ഏരിയയിൽ എവിടെയാണ് അന്ന് മീറ്റ് ചെയ്തത്. അപ്പോൾ ഓൺ ദ വേയിൽ നല്ല വളവൊക്കെ ആയിരുന്നു. ഒരു പയ്യൻ സ്കിഡായി വീണു, അവൻ്റെ കാലിൽ ചെറുതായിട്ട് തൊലിയൊക്കെ പോയി. ഒരു ബീച്ചിലാണ് അന്ന് മീറ്റപ്പ് സെറ്റ് ചെയ്തത്. അപ്പോൾ ബീച്ചിൽ എല്ലാവരും വണ്ടി നിരത്തി വെച്ചു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ പയ്യെ അവിടുന്ന് പോന്നു. അപ്പോൾ ഓൺ ദ വേയിൽ എനിക്ക് പറ്റിപ്പോയൊരു പണി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ പെട്രോൾ അടിക്കാനുള്ള ഫണ്ട് തീർന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സനിൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, സനിൽ ബ്രോനെ ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നു. എന്താ വെച്ചാൽ എനിക്ക് അന്നേരം പെട്രോൾ അടിക്കാൻ പൈസ തന്നത് മൂപ്പരാണ്. ഞാൻ ആ പൈസ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മൂപ്പർ എന്നോട് തിരിച്ചു ചോദിച്ചോളൂ. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, എനിക്ക് പൈസ വന്നിട്ട് ഞങ്ങൾ എൻ്റെ കയ്യിൽ ഉള്ളതും കൂടെ നക്കിപ്പറക്കി 100 രൂപയ്ക്കോ 150 രൂപയ്ക്കോ എങ്ങാണ്ട് പെട്രോൾ അടിച്ചു. എന്നിട്ടാണ് ഞാൻ ഒരു വീട്ടിലെത്തിയത്. പിന്നെ രണ്ടാമത്തെ മീറ്റപ്പിന് പോയത് അതെനിക്ക് അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞങ്ങൾ എറണാകുളത്താണ് മീറ്റപ്പ് സെറ്റ് ചെയ്തത്. എറണാകുളത്ത് കളമശ്ശേരിയിലെ ഡെക്കാത്ലോണിൻ്റെ വാതിക്കലാണ് മീറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു റൈഡാണ് പ്ലാൻ ചെയ്തത്. അവിടുന്ന് ഒരു റൈഡ് എങ്ങോട്ടായിരുന്നു കറക്റ്റ് ഓർക്കുന്നില്ല, ഒരു ബീച്ചോ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങും പരിപാടികളും എല്ലാം അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വല്ലാണ്ട് ദാഹിച്ചു. ഞാൻ ഡീഹൈഡ്രേറ്റ് ആയി. ഞാൻ വെള്ളം കുടിക്കാനായിട്ട് ഡെക്കാത്ലോണിനകത്തോട്ട് കയറിയ സമയത്ത് ഇവന്മാരെല്ലാവരോടും ഒരുമിച്ച് വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോയി. അപ്പോൾ ഈ ഡെക്കാത്ലോണിൻ്റെ വാതിക്കൽ നിന്ന് ഇറങ്ങുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ജംഗ്ഷൻ്റെ നടുക്കാണ് ഡെക്കാത്ലോൺ കൊണ്ടു വച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങി എങ്ങോട്ട് തിരിയണമെന്ന് ഒരു ഐഡിയ ഇല്ല. ലെഫ്റ്റിലോട്ട് വഴിയുണ്ട്, റൈറ്റിലേക്ക് വഴിയുണ്ട്, നേരെ യൂ ടേൺ എടുക്കാൻ വഴിയുണ്ട്, സ്ട്രൈറ്റ് വഴിയുണ്ട്. ഇവന്മാർ എങ്ങോട്ടാണ് പോയത്, എതിരെയാണ് പോയത്, ഒരു ഐഡിയ ഇല്ല. വണ്ടിയുടെ ഒരു സൗണ്ടും ഇല്ല. കുറേ പേരെ വിളിച്ചിട്ട് ആരും എടുക്കുന്നുമില്ല, കാരണം എല്ലാവരും വണ്ടി ഓടിക്കുവാണല്ലോ. അങ്ങനെ വിളിച്ചപ്പോൾ ഒരാളെ കിട്ടി. അപ്പോഴത്തേക്ക് എന്നോട് യൂ ടേൺ എടുത്ത് പോരാൻ പറഞ്ഞു. ഞാനന്നേരം എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന സ്പീഡിൽ ഞാൻ പറപ്പിച്ചു വിട്ടു. എന്നിട്ട് ഇവന്മാർ ആരെയും കിട്ടിയില്ല. ആ അത്രയും സ്പീഡിൽ പോയതിൻ്റെ ഗുണമായിട്ട് എൻ്റെ പെട്രോൾ മീറ്റർ എന്താ പറയുക ജാമായി. എന്നിട്ട് എനിക്ക് മൈലേജ് എങ്ങനെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ പെട്രോൾ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വെച്ചലക്കി ഒരു വിധത്തിൽ അവന്മാരെ പിടിച്ചു. അവന്മാരെ പിടിച്ചതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ സ്ഥലത്ത് എത്താറായപ്പോഴാണ് പിടിച്ചത്. ഞാൻ 90 വരെ കയറിയെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവന്മാർ എത്ര സ്പീഡിൽ പോയതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും സ്പീഡിൽ പോയിട്ട് എനിക്ക് അവന്മാരെ കിട്ടാൻ പറ്റിയില്ല. അങ്ങ് അറ്റത്ത് ബീച്ചിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും പിടിച്ചു. ഞാൻ അഡ്മിനെ നേരിട്ട് കണ്ടിട്ട് കാര്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണോ കോർഡിനേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ കോർഡിനേഷൻ ഭയങ്കര മോശമാണെന്നൊക്കെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്തുള്ള വേറൊരു ബീച്ചിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മണ്ണ് നല്ലപോലെ കുഴിയുന്നുണ്ടായിരുന്നു. നമുക്ക് വണ്ടി ബീച്ചിലേക്ക് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒന്നാമതേ ഞാൻ ഈ ഇവന്മാർ ഇത്ര സ്പീഡിൽ പോയതിൻ്റേതായ ഒരു ഒഫൻഡഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആർക്കും ഒരു സഹകരണം ഇല്ല. അതിൻ്റേതായ ഒരു ദേഷ്യം എനിക്ക് തോന്നി ചെറുതായിട്ട്. അങ്ങനെ ദേഷ്യപ്പെട്ടിരുന്ന സമയത്ത് ഇവന്മാരെല്ലാം ബീച്ചിൽ വണ്ടി ഇറക്കി. എനിക്ക് വണ്ടി ഇറക്കാനായിട്ട് തോന്നിയില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ മീറ്റർ ഡാമേജ് ആയിരിക്കുന്നതുകൊണ്ട് എന്തോരം പെട്രോൾ ബാക്കിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ബീച്ചിൽ വണ്ടി ഇറക്കിയില്ല. ഞാൻ ആരോട് പറഞ്ഞില്ല. ഞാൻ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു അനുഭവമാണ് രണ്ടാമത്തെ മീറ്റപ്പിൽ എനിക്ക് കിട്ടിയത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പരുന്നുമാർ ചെല്ലട്ടെ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ കുട്ടിക്കാനത്ത് വന്നിരിക്കുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കുട്ടിക്കാനത്ത് വന്നിട്ട് വണ്ടി എല്ലാവരും സെറ്റ് ചെയ്തു. ഈ ഒരു ലെവലിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 വണ്ടികൾ നിരത്തി വെച്ചിരിക്കുന്ന ഈ ഒരൊറ്റ ഫ്രെയിമാണ്. നിങ്ങൾ ഒറ്റ ഫ്രെയിമിൽ കാണുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. 2 ഫ്രെയിമിലായിരിക്കും കാണുന്നത്. ആ ഒരു ഫ്രെയിമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആക്ച്വലി നമ്മുടെ മോട്ടോട്രോയുടെ വണ്ടിയിലാണ് ഇന്നത്തെ നമ്മുടെ AKDRCയുടെ കൊടി ഇവിടത്തേക്ക് കെട്ടിയിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരും സെറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. ഈ നിൽക്കുന്നതെല്ലാം അഡ്മിനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് നിൽക്കുന്ന അവരൊക്കെ നമ്മുടെ ഉള്ളതാണ്. പിന്നെ അവിടെ അമ്മമാർ കുറച്ച് പേര് നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫാമിലിയിൽ കൂടെ ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു ഗ്രൂപ്പിൽ ഇത്രയും പേരല്ല ഉള്ളത്, ഇതിലും ആൾക്കാരുള്ളതാണ്. കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയില്ല, കുറച്ച് പേര് വന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് കുറേ പേർക്ക് ഇന്നത്തെ ഇവൻറ്റ് മിസ്സായി, ഇന്നലത്തെ ഇവൻറ്റ് മിസ്സായി. അപ്പോൾ അവരൊക്കെ അടുത്തൊരു ഇവൻറ്റിൽ അല്ല അടുത്തൊരു മീറ്റപ്പിൽ കൂടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നവരും. അടുത്തൊരു മീറ്റപ്പിൽ വരാമെന്നൊരു പ്രതീക്ഷയിലാണ് ബാക്കിയുള്ളവരും നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബാക്കി ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വണ്ടികളെല്ലാം സ്റ്റിക്കർ ഒട്ടിക്കുന്ന ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻഡിങ്ങിന്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോ നമ്മുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മളിവിടെ നിർത്താണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞ ശേഷം നമ്മൾ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാർ ആ ഭാഗത്തേക്കും തിരുവനന്തപുരത്ത് നിന്നുള്ള ആൾക്കാർ ആ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ നമ്മളെ സഹായിച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ്. സെറ്റപ്പായിട്ട് നമ്മൾ തിരിച്ചു വീണ്ടും വരുന്നതായിരിക്കും.
അടുത്ത മീറ്റപ്പിന്റെ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അവസാനത്തെ നമ്മുടെ ഫോട്ടോ സെഷൻ്റെ ഇവൻറ്റും കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് പാക്ക് ചെയ്യുക, അവരവരുടെ വീടുകളിലേക്ക് പോവുക, ഫുഡ് കഴിക്കേണ്ടവർ പോയി ഫുഡ് കഴിക്കുക, എന്നിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മീറ്റപ്പിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ, ഞങ്ങളുടെ ഒരു സംഗമത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.